ധാതുമണൽ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനുള്ള നീക്കത്തിൽ യുഡിഎഫിൽ ഭിന്നത. വി ഡി സതീശന്റെ നിയമസഭയിലെ പ്രതികരണത്തിൽ അവ്യക്തതയുണ്ടെന്നും തീരദേശത്തെ കരിമണൽ ഖനനം അനുവദിക്കരുതെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞു. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നത് ആലോചിച്ചിട്ടില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. തന്ത്രപ്രധാന മേഖലകളിലെ സ്വകാര്യവത്കരണത്തെയാണ് എതിർക്കുന്നതെന്ന് മുൻമന്ത്രി പി രാജീവ് പ്രതികരിച്ചു. കരിമണൽ മേഖലയിൽ സ്വകാര്യവൽക്കരണമില്ലെന്ന് സർക്കാർ നിയമസഭയിലും പുറത്തും ആവർത്തിക്കുമ്പോഴാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തു വരുന്നത്. രൂക്ഷ വിമർശനമാണ് വി എം സുധീരൻ നടത്തിയത്. കരിമണൽ കർത്ത ആയാലും അദാനി ആയാലും തീരദേശത്തെ കരിമണൽ ഖനനം അനുവദിക്കരുതെന്ന് വി എം സുധീരൻ. ആലപ്പുഴ തീരത്തെ കരിമണൽ ധാതു സമ്പത്തുണ്ടല്ലോ, അതിൽ നോട്ടമിട്ടുകൊണ്ട് അദാനിയെപ്പോലുള്ള രംഗത്ത് വരികയാണ്. പിണറായി നടത്തിയ ആ ഒരു നടപടിയുണ്ടല്ലോ, ആ നടപടി അവസാനിപ്പിച്ചേ മതിയാകൂ. അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകിയ പെർമിറ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട്. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് നൽകാൻ ഒരു തീരുമാനവുമില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കേന്ദ്ര ഗവൺമെന്റ് 2025 ഉത്തരവുള്ളതാണ് ബീച്ച് സാൻഡ് ഒരിക്കലും സ്വകാര്യ മേഖലയിൽ ഖനനം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് അത് അപ്രായോഗികമാണ്, അത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് അതില്ല. തന്നെയല്ല, ബഡ്ജറ്റിൽ ഒരിടത്തും കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുമില്ല. ഇത് ആരാ ഇത് പറഞ്ഞുണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല. നാടിനെ കൊള്ളയടിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പ്രതിപക്ഷവും ആവർത്തിക്കുന്നു. ഇവിടെ ഖനനത്തെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ വ്യത്യസ്ത വരുമ്പോൾ നേരെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ ഖനനം വിട്ടുകൊടുക്കുന്നില്ല, ഒരു കോറിഡോർ കേന്ദ്രത്തിൻ്റെതാണ്, അതിനകത്ത് ഇന്ന കമ്പനി പൊതുമേഖലാ കമ്പനികളാണുള്ളത്. തന്ത്രപ്രാധാന്യമായ മേഖലകൾ സ്വകാര്യ വൽക്കരണത്തിനാണ് എതിർക്കുന്നത്. ചുരുക്കത്തിൽ ബജറ്റിലെ നിർദ്ദേശത്തെ പിൻപറ്റി വലിയ എതിർപ്പ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും നേരിടേണ്ടി വരുന്നത് പ്രതിപക്ഷത്തു നിന്നല്ല, മറിച്ച് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.